സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം ഒരുവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലേശം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാൽ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാനാവുമെന്ന്. ഈ കുമ്പസാരം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ഒരു മിനിസ്ട്രി അല്ല. ദൈവത്താൽ പ്രത്യേകമായി ആകർഷിക്കപ്പെട്ട് കുമ്പസാരിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല മനസ്സുണ്ടാവുകയാണ്. ആ നല്ല മനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാവുക. നമ്മൾക്ക് ഒരു വിവേചനം ഉണ്ടാവില്ല. അവൻ നല്ലവൻ, അവൻ ശരിയായവൻ, അവൻ മോശമായവൻ എന്നൊന്നും ചിന്തിക്കില്ല. ദൈവത്തിൻ്റെ മകനായി മാറുകയാണ്. ദൈവം എങ്ങനെയാണ്? ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു, മഴ പെയ്യ്ക്കുന്നു. അങ്ങനെയെങ്കിൽ നാം എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാവും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല നമ്മൾ നന്നായത്, മറിച്ച് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. അതുകൊണ്ട് തമ്പുരാനെ, ഇവരോടും കരുണയായിരിക്കണമേ, ഇവരെയും നീ പ്രത്യേകമായി ആകർഷിക്കണമേ, വിളിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മിൽ അവശേഷിക്കുക. അങ്ങനെയൊരു കൃപാജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ